This program brought to you by कल्याण ज्वेलर्स, अब ओक ट्री रोड, न्यू जर्सी में. Lawson Travels, where experience meets excellence. ലക്ഷ്മി സിൽക്സ്, TB റോഡ്, കോട്ടയം. പ്രവാസി ചാനൽ ഡെയിലി ന്യൂസ് ബുള്ളറ്റിനിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രവാസി ചാനൽ ഇപ്പോൾ എല്ലാ സ്ട്രീമിംഗ് ഡിവൈസുകളിലും ലഭ്യമാണ്. ഡൗൺലോഡ് മീഡിയ വ്യൂസ് ഓൺ എനി ഓഫ് യുവർ സ്ട്രീമിംഗ് ഡിവൈസ് ഓർ ഇൻ സ്മാർട്ട് ടെലിവിഷൻ. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ നോർത്ത് ഈസ്റ്റ് അമേരിക്കൻ ഭദ്രാസന ഫാമിലി ആൻഡ് യൂത്ത് കോൺഫറൻസിനായി ജനുവരി 12 സെന്റ് തോമസ് ഇന്ത്യൻ ഓർത്തഡോക്സ് പള്ളിയിൽ വിജയകരമായ കിക്ക് ഓഫ് മീറ്റിംഗ് നടന്നു. ഭദ്രാസനത്തിലെ വിവിധ ഇടവകകളിൽ നിന്നുള്ള വിശ്വാസികൾ ഒത്തുകൂടുന്ന ഒരു സുപ്രധാന ആത്മീയ സമ്മേളനമാണ് 4 ദിവസം നീളുന്ന ഫാമിലി ആൻഡ് യൂത്ത് കോൺഫറൻസ്. ഫാദർ ജോബ്സൺ കോട്ടപ്പുറത്ത് കുർബാനയ്ക്ക് നേതൃത്വം നൽകി. അതിനുശേഷം കോൺഫറൻസ് ടീമിനെ വികാരി സ്വാഗതം ചെയ്തു. ഭദ്രാസനത്തിന്റെയും കോൺഫറൻസ് കമ്മിറ്റിയുടെയും പുരോഗമനപരമായ സംരംഭങ്ങൾക്കും വികാരി പിന്തുണ അറിയിക്കുകയും ഫാമിലി യൂത്ത് കോൺഫറൻസിൽ പങ്കെടുക്കാൻ എല്ലാവരെയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. കോൺഫറൻസ് സെക്രട്ടറി ജെയ്സൺ തോമസ്, കോൺഫറൻസ് പ്രൊസഷൻ കോർഡിനേറ്റർ രാജൻ പടിയറ, ഫിനാൻസ് കമ്മിറ്റി അംഗം അജു എബ്രഹാം, രജിസ്ട്രേഷൻ കമ്മിറ്റി അംഗം ജേക്കബ് തോമസ് എന്നിവരടങ്ങുന്ന കോൺഫറൻസ് ടീമിനെ ഉമ്മൻ കാപ്പിൽ പരിചയപ്പെടുത്തി. ഇടവക ട്രസ്റ്റി മാത്യു ജോർജ്, ഇടവക സെക്രട്ടറി ജോസി മാത്യു, ഭദ്രാസന അസംബ്ലി അംഗം MM എബ്രഹാം എന്നിവർ വേദിയിൽ സന്നിഹിതരായിരുന്നു. വിവിധ ആത്മീയ പ്രസ്ഥാനങ്ങളുടെ വളർച്ചയ്ക്കും വികസനത്തിനുമായുള്ള ഭദ്രാസനത്തിന്റെ പുതിയ സംരംഭങ്ങളെക്കുറിച്ച് ഉമ്മൻ കാപ്പിൽ പ്രതിഫലിപ്പിച്ചു. ജീവിതകാലം മുഴുവൻ നിലനിൽക്കുന്ന ഓർമ്മകൾ സൃഷ്ടിക്കുന്നതിനായി കോൺഫറൻസ് നൽകുന്ന അവസരങ്ങൾ ഉപയോഗപ്പെടുത്താൻ അദ്ദേഹം കൊച്ചുകുട്ടികളുടെയും കൗമാരക്കാരുടെയും മാതാപിതാക്കളെ പ്രോത്സാഹിപ്പിച്ചു. സമ്പന്നമായ ആത്മീയ അനുഭവവും വിശ്രമവും സമന്വയിപ്പിക്കുന്ന കോൺഫറൻസിൽ പങ്കെടുക്കാൻ മുതിർന്നവരെയും അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചു. കോൺഫറൻസ് വേദി, പ്രാസംഗികർ, രജിസ്ട്രേഷൻ, പൊതുക്രമീകരണങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ ജെയ്സൺ തോമസ് നൽകി. യുവതീ യുവാക്കൾക്ക് പഠിക്കാനും ഇടപഴകുവാനും അവിസ്മരണീയമായ ഒരു അനുഭവം നേടാനും നിരവധി അവസരങ്ങൾ നൽകുന്ന വൈവിധ്യമാർന്ന കാര്യപരിപാടികളെപ്പറ്റിയും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. സമ്മേളനത്തെ പിന്തുണയ്ക്കാനുള്ള ആകർഷകമായ സ്പോൺസർഷിപ്പ് ഓപ്ഷനുകളെക്കുറിച്ച് ഉമ്മൻ കാപ്പിൽ വിശദീകരിച്ചു. സമ്മേളനത്തിന്റെ സ്മരണയ്ക്കായി പ്രസിദ്ധീകരിക്കുന്ന സുവനീറിനെ കുറിച്ച് അജു എബ്രഹാം സംസാരിച്ചു. സുവനീറിൽ ലേഖനങ്ങൾ, കഥകൾ, ചിത്രങ്ങൾ, പരസ്യങ്ങൾ, അഭിനന്ദനങ്ങൾ എന്നിവ ഉൾപ്പെടുത്താനുള്ള അവസരം ഉണ്ടായിരിക്കും. ഇടവകയെ പ്രതിനിധീകരിച്ച് വികാരി സുവനീറിനുള്ള സംഭാവന സമർപ്പിച്ചു. സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിനുള്ള ആദ്യ രജിസ്ട്രേഷൻ സണ്ണി എബ്രഹാം കൈമാറി. സാമുവൽ ആൻഡ് ലീലാമ്മ തോമസ്, ജോയി എബ്രഹാം, ജോസഫ് ആൻഡ് ഡോക്ടർ ആലീസ് വെട്ടിച്ചിറ എന്നിവർ സുവനീറിൽ അഭിനന്ദനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് പിന്തുണ പ്രഖ്യാപിച്ചു. കുടുംബത്തോടൊപ്പം സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്ന് ആഞ്ചല ജോർജും ബ്ലെസി വർഗീസും അറിയിച്ചു. ഫാമിലി കോൺഫറൻസിന് നൽകിയ ഉദാരമായ പിന്തുണയ്ക്ക് വികാരിയും ഇടവക അംഗങ്ങൾക്കും കോൺഫറൻസ് ടീമിനും വേണ്ടി ജെയ്സൺ തോമസ് നന്ദി അറിയിച്ചു. 2025 ജൂലൈ 9 മുതൽ 12 വരെ കണക്ടിക്കറ്റ് ഹിൽട്ടൺ സ്റ്റഫോർഡ് ഹോട്ടൽ ആൻഡ് എക്സിക്യൂട്ടീവ് മീറ്റിംഗ് സെന്ററിലാണ് കോൺഫറൻസ് നടക്കുന്നത്. റവറൻഡ് ഡോക്ടർ നൈനാൻ ബി ജോർജ്, ഫാദർ ജോൺ വർഗീസ്, അമേരിക്കൻ ഭദ്രാസന യൂത്ത് മിനിസ്റ്റർ റവറൻ ഡിക്കൻ അന്തോണീസ് ആന്റണി എന്നിവരാണ് മുഖ്യ പ്രാസംഗികർ. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. അവിടെ നിന്നുള്ള ഒരു രക്ഷകനായ കർത്താവായ യേശുക്രിസ്തുവിനെ ഞങ്ങൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു എന്ന ബൈബിൾ വാക്യത്തെ അടിസ്ഥാനമാക്കിയുള്ള ദി വേ ഓഫ് ദി പിൽഗ്രിം എന്നതാണ് കോൺഫറൻസിന്റെ പ്രമേയം. ബൈബിൾ, വിശ്വാസം, പാരമ്പര്യം, സമകാലിക വിഷയങ്ങൾ എന്നിവയെ അടിസ്ഥാനമാക്കി കുട്ടികൾക്കും യുവജനങ്ങൾക്കും മുതിർന്നവർക്കും പ്രത്യേകം സംവേദനാത്മക സെക്ഷനുകൾ ഉണ്ടായിരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് സംഘാടകരുമായി ബന്ധപ്പെടുക. ന്യൂസ് ഡെസ്ക് പ്രവാസി ചാനൽ. നിങ്ങളുടെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കണ്ട. news@pravasichannel.com അല്ലെങ്കിൽ editor@eMalayali.com എന്ന ഇമെയിലിലേക്കോ വാർത്തകൾ അയയ്ക്കുക.